ശ്രീമന്നാരായണീയം 55 ദശകം കാളിയമർദ്ദനം. അധവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതും കൃതധീർ ഭഗവൻ ദ്രുതമാരിതീരഗനീപതരും വിഷമാരുതശോഷിത പർമ്മചയൻ. അല്ലയോ ഭഗവാനെ, ജലവാസിയും ഭയങ്കരനുമായ ആ സർപ്പത്തിൻ്റെ സ്വേച്ഛാനുസൃതമായ വികാരത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കാൻ നിശ്ചയിച്ചുറച്ച അങ്ങ് വിഷക്കാറ്റേറ്റ് വരണ്ട ഇലകളോടുകൂടി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കദംബ വൃക്ഷത്തിൽ കയറി. അതിരൂഹ്യ പദാംബുരുഹേണ ചതം നവപല്ലവതുല്യമനോജ്ഞരുച ഹൃദവാരിണി ദൂരതരം നൃപത പരിഘൂർണിത ഘോരതരംഗഗണേ. പുതുപല്ലവം പോലെ മനോജ്ഞ കാന്തിയാർന്ന പദാംബുജങ്ങളാൽ വൃക്ഷത്തിൽ കയറിയ അങ്ങ് അലറിത്തിമിർക്കുന്ന തിരമാല കൂട്ടങ്ങളോട് കൂടിയ യമുനാ ജലത്തിൽ വളരെ അകലത്തേക്ക് കുതിച്ചു ചാടി. ഭുവനത്രയഭാരവൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജലാ പരിമജ്ജയതേ സ്മധനുശതകം തടിനീ ചടതി സ്ഫുടഘോഷവതി. ത്രിലോകങ്ങളുടെ ഭാരം വഹിക്കുന്ന അങ്ങയുടെ അതിഭാരം മൂലം വലിയ ശബ്ദത്തോടുകൂടി വെള്ളം പൊന്തി വരികയും പെട്ടെന്ന് 100 വിൽപ്പാട് ദൂരെയുള്ള കരയിൽ പോലും ജലം പരക്കുകയും ചെയ്തു. അധദീക്ഷു വിദീക്ഷു പരീക്ഷുഭിത പ്രമിതോദരവാരിണി നാദപരേ ഉദഗാദുദഗാദുരഗാധിപതി സ്തുതുപാന്തമശാന്തരുഷാന്തമന. ദിക്കുകളിലും വിദിക്കുകളിലും ഇളകിമറിയുന്ന ജലത്തിലുണ്ടായ ഗംഭീരധ്വനി കേട്ട് കോപിഷ്ഠനും അവിവേകിയുമായ സർപ്പരാജാവ് പൊന്തിവന്ന് അങ്ങയുടെ നേരെ കുതിച്ചു. ഫണശൃംഗസഹസ്രവിനിസൃമര ജലദഗ്നികണോഗ്രവിഷാംബുധരം പുരതഫണിനം സമലോകയഥ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. അഗ്നിജ്വാലകൾ വഹിക്കുന്നവയും സർവലോക സംഹാരക്ഷമങ്ങളുമായ ആയിരക്കണക്കിനുള്ള ഫണങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വിഷദ്രാവകത്തോടു കൂടിയ കാളിയനെ അനേകം കൊടുമുടികളുള്ള അഞ്ജന പർവ്വതം പോലെ അങ്ങ് മുന്നിൽ കണ്ടു. ജലദക്ഷി പരീക്ഷരദുഗ്രവിഷ ശ്വസനോഷ്മഭര സമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ. 4 ഭാഗത്തും പ്രസരിക്കുന്ന ഉഗ്രവിഷത്തോടും വിഷവായുവോടും കൂടിയ ആ മഹാസർപ്പം ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടി അനന്തമായ ശക്തിയോടുകൂടിയ അങ്ങേ പലവട്ടം കൊത്തുകയും ചേഷ്ടകളെ മറയ്ക്കാൻ വേണ്ടി ശരീരത്തെ ചുറ്റി മുറുക്കുകയും ചെയ്തു. അവിലോക്യ ഭവന്തമഥാകുലിതേ
തടഗാമിനി ബാലകഥേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗതാ യമുനാം പശുപാ. ആ സമയത്ത് നദീതീരത്തിൽ നിന്നിരുന്ന ഗോക്കളും ബാലകരും അങ്ങയെ കാണാതെ വ്യാകുലപ്പെട്ടു നിൽക്കുമ്പോൾ വ്രജഗേഹങ്ങളിൽ അനേകം ദുശ്ശകനങ്ങളുണ്ടാകുകയും ഗോപന്മാരെല്ലാം പരിഭ്രാന്തരായി യമുനാ നദീ തടത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അഖിലേഷു വിഭോ ഭവദീയദശ മവലോക്യ ജിഷാസുഷു ജീവപരം ഫണിബന്ധനമാശു വിമുച്യ ജവ ദുവഗമ്യതഃ സജുഷാ ഭവദാ. അല്ലയോ പ്രഭോ, അങ്ങയുടെ ദുർദശ കണ്ട് എല്ലാവരും സ്വന്തം ജീവനെപ്പോലും വെടിയാനൊരുങ്ങി നിൽക്കുമ്പോൾ സർപ്പത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തനായ അങ്ങ് പുഞ്ചിരിയോടുകൂടി മുകളിലേക്ക് പൊന്തി വന്നു. അധിരൂഹ്യ തത ഫണിരാജഫണാൻ നൃതേ ഭവതാ മൃദുഹാസരുച കളസിഞ്ചിതനൂപുരമഞ്ചുമിളത് കരകങ്കണസങ്കുലസംകൊണിതം. പിന്നീട് അങ്ങ് സർപ്പരാജൻ്റെ ഫണങ്ങളിൽ കയറി നിൽക്കുകയും മന്ദഹാസ മധുരകാന്തിയോടെ മൃദുസിഞ്ചിതമുളവാക്കുന്ന കാൽത്തളകളോട് കൂടിയ പാദങ്ങളാൽ താളത്തിനൊത്ത് കൂടിച്ചേരുന്ന കൈവളകളുടെ ശബ്ദത്തോടു കൂടി നൃത്തം ചെയ്യുകയും ചെയ്തു. ജിഹ്രുഷു പശുപാസ്തുതുഷു മുനയോ ബഭ്രുഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതിമാരുതഗേഹപതേ പരിപാഹി സമാം ത്വമദാന്തഗതാ. അങ്ങയുടെ നൃത്തം കണ്ട് ഗോപന്മാർ ആഹ്ലാദിക്കുകയും മുനിമാർ സന്തോഷിക്കുകയും ദേവന്മാർ പുഷ്പവർഷം ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അദമ്യവും വർദ്ധിച്ചു വരുന്നതുമായ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ശ്രീഹരേ നമഃ.